അടുത്തത് ഹാർമോണിക് മീൻ ആണ് കേട്ടോ. നമ്മൾ ഏതൊക്കെ പഠിച്ചു? മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ മീൻ പഠിച്ചു, മീഡിയൻ പഠിച്ചു, മോഡ് പഠിച്ചു, ജിയോമെട്രിക് മീൻ പഠിച്ചു. അടുത്തതാണ് എന്ത്? ഹാർമോണിക് മീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഹാർമോണിക് മീനിന്റെ ഡെഫിനേഷൻ ഫസ്റ്റ് നോക്കാം. ഹാർമോണിക് മീൻ ഓഫ് എ സെറ്റ് ഓഫ് n വാല്യൂസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റെസിപ്രോക്കൽ ഓഫ് ദ മെയിൻ ഓഫ് ദ റെസിപ്രോക്കൽസ് ഓഫ് ദോസ് വാല്യൂസ്. ഇക്വേഷൻ കാണുമ്പോൾ സിമ്പിളാണ്, ഡെഫിനേഷൻ കേട്ട് പഠിക്കണ്ട. Harmonic mean is mainly used when it is desired to give an greatest weight to the smallest item. It is applied in averaging rate and times. അപ്പോൾ ഹാർമോണിക് മീൻ എവിടെയാണ് യൂസ് ചെയ്യാം? റേറ്റും ടൈമും ഒക്കെ അതിൻ്റെയൊക്കെ ആവറേജ് കണ്ടുപിടിക്കാനാണ് ഹാർമോണിക് മീൻ യൂസ് ചെയ്യാം. റേറ്റും എന്താണ് ടൈമിൻ്റെയൊക്കെ ആവറേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഹാർമോണിക് മീൻ ഇൻഡിവിജ്വൽ സീരീസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താ പഠിക്കുക? ഹാർമോണിക് മീൻ ഇൻഡിവിജ്വൽ സീരീസ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താണ്? ഇഫ് x1 x2 x3 എക്സെട്ര xn ആർ n വാല്യൂസ്, ഹാർമോണിക് മീൻ ഇസ് ഈക്വൽ ടു n ബൈ 1 ബൈ x1 പ്ലസ് 1 ബൈ x2 പ്ലസ് എക്സെട്ര പ്ലസ് ഉണ്ട് കേട്ടോ ഇവിടെ, പ്ലസ് 1 ബൈ xn. അതിനെല്ലാത്തിനും ലാസ്റ്റാക്കി നമുക്ക് എന്താ കിട്ടുക? n ബൈ സമ്മേഷൻ 1 ബൈ എക്സ്, n ഡിവൈഡഡ് ബൈ സമ്മേഷൻ 1 ബൈ എക്സ്. അപ്പോൾ വീഡിയോ പോസ് ചെയ്തിട്ട് ഇത്ര വരെ എഴുതുക. ഹാർമോണിക് മീൻ എന്ന് എഴുതിയിട്ട് ഇൻഡിവിജ്വൽ സീരീസിൻ്റെ ഇക്വേഷൻ വരെ എഴുതുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അല്ല, നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. ഫൈൻഡ് ഹാർമോണിക് മീൻ ഫോർ ദ ഫോളോയിങ് ഡാറ്റ. ഇൻഡിവിജ്വൽ സീരീസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 2, 3, 4, 5. വീഡിയോ പോസ് ചെയ്യുക, ക്വസ്റ്റ്യൻ മാത്രം എഴുതുക. ഓക്കെ, എഴുതിയിട്ടുണ്ടാവും. ഇനി ക്വസ്റ്റ്യൻ എഴുതിയതിന് ശേഷം ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. നിങ്ങൾ എക്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കോളം വരയ്ക്കാം. എക്സ് എന്ന് പറഞ്ഞ് എന്താ തന്നിട്ടുള്ള ക്വസ്റ്റ്യന് 2, 3, 4, 5 അതിങ്ങനെ താഴ്ത്തിക്ക് എഴുതി. ഓക്കെ, അടുത്ത കോളത്തിൽ 1 ബൈ എക്സ് എന്ന് എഴുതാം. തന്നിട്ടുള്ളത് എന്താണ്? എക്സിൻ്റെ വിലകളാണ്. അടുത്ത കോളത്തിൽ എന്ത് എഴുതാം? 1 ബൈ എക്സ് എന്ന് എഴുതാം. ഓക്കെ, 1 ബൈ എക്സ് എഴുതിയതിന് ശേഷം നോക്ക്, 1 ബൈ എക്സ്, എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ 2 ആണല്ലേ. അപ്പോൾ 1 ബൈ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? 1 ബൈ 2. ഡൗട്ടില്ലല്ലോ, ഇവിടെ എക്സിൻ്റെ വാല്യൂ ഇത്രയാണ്, 2 ആണ്. അപ്പോൾ 1 ബൈ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ കിട്ടുക? 1 ബൈ 2. ഇവിടെ എന്താണ്? 3 ആണ്. അപ്പോൾ എന്താ എഴുതുക? 1 ബൈ 3. ഇവിടെ 4 ആകുമ്പോൾ 1 ബൈ 4, 5 ആകുമ്പോൾ 1 ബൈ 5. ഓക്കെ, ഇനി ഇതിൻ്റെ എല്ലാത്തിനും എന്ത് ചെയ്യണം? സം ചെയ്യണം. അവിടെ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ഇങ്ങനെ എഴുതിയാൽ മതി, പോയിന്റ് ആക്കി എഴുതണ്ട. ശ്രദ്ധിക്കുക, നമ്മൾ ചെയ്യുക കേട്ടോ. 1 ഡിവൈഡഡ് ബൈ 2. ഫസ്റ്റ് എന്താണ്? 1 ഡിവൈഡഡ് ബൈ 2 ചെയ്തു. അങ്ങനെ പഠിക്കാം, ക്ലിയർ ആവും. 1 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, പ്ലസ് ഇട്ടു, സോറി പ്ലസ് അല്ല, 1 ഈക്വൽ പ്രസ് ചെയ്യാം. അപ്പോൾ ഒരു ആൻസർ കിട്ടി. എന്നിട്ട് എന്ത് ചെയ്യുക? പ്ലസ് എഴുതി. ഇനി ബ്രാക്കറ്റ് ഇട്ടിട്ട് അടുത്ത നമുക്ക് എന്താ ആഡ് ചെയ്യേണ്ടത്? 1 ബൈ 3 ആണ് ആഡ് ചെയ്യേണ്ടത്. അടുത്ത എന്താ ആഡ് ചെയ്യേണ്ടത്? 1 ബൈ 3 ആണ്. അപ്പോൾ ബ്രാക്കറ്റ് ഇട്ടു, 1 ഡിവൈഡഡ് ബൈ 3 ആഡ് ചെയ്തു, ബ്രാക്കറ്റ് ഇട്ടു, ഈക്വൽ പ്രസ് ചെയ്തു. അപ്പോൾ ഒരു ആൻസർ കിട്ടി. അടുത്ത പ്ലസ് ഇട്ടു. അടുത്ത നമുക്ക് എന്താ ആഡ് ചെയ്യേണ്ടത്? ഇവിടെ നോക്ക്, 1 ബൈ 4 ആണ്. അപ്പോൾ എന്ത് ചെയ്തു? ബ്രാക്കറ്റ് ഇട്ടു, 1 ഡിവൈഡഡ് ബൈ 4 എഴുതി, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, ഈക്വൽ പ്രസ് ചെയ്തു. അപ്പോൾ ഒരു ആൻസർ കിട്ടി. അത് വന്നോട്ടെ. പ്ലസ് ഇട്ടു. അടുത്ത എന്താ ആഡ് ചെയ്യേണ്ടത്? 1 ബൈ 5 ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ബ്രാക്കറ്റ് ഇട്ടു, 1 ഡിവൈഡഡ് ബൈ 5 ക്ലോസ് ചെയ്തു. അപ്പോൾ കണ്ടോ, 1.283333 കിട്ടിയിട്ടില്ലേ? ഇതാണ് ആൻസർ. ഇതെല്ലാം കൂടെ സം ചെയ്ത് എന്താ കിട്ടുക? 1.283333 കിട്ടി. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സമ്മേഷൻ്റെ അവിടെ എഴുതാം കേട്ടോ. ഇവിടെ എഴുതാണ്. എന്താ നമുക്ക് കിട്ടിയ ആൻസർ? 1.283333. ഓക്കെ, ഒരു 3 പൊസിഷനൊക്കെ എടുക്കാം. ഇനി നമ്മൾ ഇക്വേഷൻ്റെ ഹാർമോണിക് മീൻ്റെ ഇക്വേഷൻ എന്താണ്? n ബൈ സമ്മേഷൻ 1 ബൈ എക്സ് ആണ് അല്ലേ. n ബൈ സമ്മേഷൻ 1 ബൈ എക്സ്. n എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര വാല്യൂസ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ? എത്ര വാല്യൂസ് ഉണ്ട്? 1, 2, 3, 4. അപ്പം n എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 അതേപോലെ എഴുതി. സമ്മേഷൻ 1 ബൈ എക്സ് നമ്മൾ എഴുതിയില്ലേ? ഇതാ കണ്ടുപിടിച്ചത്. 1.28333 എന്ന് എഴുതി. ഓക്കെ, ഇനി കാൽക്കുലേറ്ററിൽ നമ്മൾ ചെയ്യാണ്. 4 ഡിവൈഡഡ് ബൈ 1.2833 ഈക്വൽ ടു എന്താ കിട്ടുന്നത്? 3.116. കിട്ടുന്ന ആൻസർ
3.116. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പോയിന്റ് എടുക്കുന്നതിൻ്റെ വലിപ്പം കൂടുതലും കുറവിനനുസരിച്ച് ചെറിയ മാറ്റം ഉണ്ടാവും. അതൊന്നും വിഷയമല്ല കേട്ടോ, നമ്മളെ പോയിന്റിൻ്റെ വ്യത്യാസം 3.116. ഓക്കെ, അപ്പോൾ വീഡിയോ പോസ് ചെയ്യുക, കംപ്ലീറ്റ് എഴുതാം കേട്ടോ. ഇനി നിങ്ങൾക്കുള്ള വർക്കാണ് കാൽക്കുലേറ്റ് ദ ഹാർമോണിക് മീൻ ഓഫ് 2, 3, 4, 5, 7. ഇതിൻ്റെ ഹാർമോണിക് മീൻ കണ്ടുപിടിക്കാൻ. ഇത് ഹോംവർക്കാണ് കേട്ടോ, നിങ്ങൾക്ക് ചെയ്യാനുള്ള വർക്കാണ്. ഹോംവർക്ക് മീൻസ് നിങ്ങൾ ഇത് ചെയ്തതിനു ശേഷം നിങ്ങൾ സ്വയം ചെയ്യാനുള്ള വർക്ക്. 2, 3, 4, 5, 7 ഹാർമോണിക് മീൻ കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 3 സംതിങ് ആയിരിക്കും കേട്ടോ. 3 സംതിങ് ആയിരിക്കും കിട്ടുക. നിങ്ങൾ എടുക്കുന്ന പോയിൻ്റൊക്കെ അനുസരിച്ച് കുഞ്ഞു മാറ്റം വരും. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് ആൻസർ പറയാത്തത്. 3 സംതിങ് ആയിരിക്കും കിട്ടുക. 3 എന്തെങ്കിലും ആൻസർ ആയിരിക്കും കിട്ടുക. അപ്പോൾ ചെയ്ത് നോക്കുക. കിട്ടാത്തവരുണ്ടെങ്കിൽ എന്നോട് മെസ്സേജ് അയച്ച് ചോദിക്കുക കേട്ടോ, എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എഴുതാം കേട്ടോ. എഴുതിയിട്ട് ഇപ്പം തന്നെ ചെയ്യുക. നാളത്തേക്ക് പിന്നെ സമയത്തേക്ക് വെക്കണ്ട. ഇപ്പം ചെയ്തതിന് ശേഷം മാത്രം ഇതിൻ്റെ ബാക്കി ക്ലാസ് കാണുക. ഓക്കെ, ഇനി അടുത്ത ഇത് കേട്ടോ. അടുത്ത് നമ്മൾ എന്താ പഠിക്കേണ്ടത്? എന്ത് പഠിച്ചു? ഹാർമോണിക് മീൻ ഇൻ ഇൻഡിവിജ്വൽ സീരീസിൽ പഠിച്ചു. അടുത്തെന്താണ്? ഹാർമോണിക് മീൻ ഇൻ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഹാർമോണിക് മീൻ ഇൻ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഹെഡിങ് എഴുതുക. നിങ്ങൾ ഇത് എഴുതണ്ട കേട്ടോ. ഡെഫിനിഷൻ ഓഫ് എ ഫ്രീക്വൻസി ഡാറ്റ എന്നുള്ള ഹെഡിങ് എഴുതണ്ട. നിങ്ങൾ എന്ത് എഴുതേണ്ടത്? ഹാർമോണിക് മീൻ ഇൻ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഇനി if x1, x2, x3, etc. xn are in observation with the corresponding frequencies f1, f2, f3, etc. xn ഏതാണ് മീനിങ്? x1 എന്ന് പറയുന്നത് f1 ടൈംസ് ഉണ്ട്, x2 എന്ന് പറയുന്നത് f2 ടൈംസ് ഉണ്ട്, x3 എന്ന് പറയുന്നത് f3 ടൈംസ് ഉണ്ട്, xn എന്ന് പറയുന്നത് fn ടൈംസ് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹാർമോണിക് മീൻ ഇസ് ഈക്വൽ ടു n ബൈ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ നോക്കണ്ട, നമ്മൾ ഇക്വേഷനാണ്. എന്താ? n ബൈ സമ്മേഷൻ f ബൈ x. അതിൻ്റെ മീനിങ് എന്താണ്? എന്നിനെ സമ്മേഷൻ എഫ് ബൈ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്മേഷൻ എഫ് അല്ലേ? എല്ലാ ഫ്രീക്വൻസിനെയും സമ്മ് ചെയ്യുന്നതാണ് എന്ത്? ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ പോസ് ചെയ്യുക. ഇവിടെ മുതൽ ഇതുവരെ എഴുതാം. എൻ സീക്വൽ സമ്മേഷൻ എഫ് വരെ എഴുതാം. ഓക്കെ, അപ്പോൾ എന്തായി? നമുക്ക് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഇക്വേഷനായി നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. ഇക്വേഷൻ നിങ്ങൾ നോക്കണ്ട, അവിടെ നോക്കാം. ഫൈൻഡ് ദ ഹാർമോണിക് മീൻ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എഴുതാം. ഫൈൻഡ് ദ ഹാർമോണിക് മീൻ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യൻ എഴുതാം. ഈ ക്വസ്റ്റ്യൻ മാത്രം കേട്ടോ എഴുതാം. വീഡിയോ പോസ് ചെയ്യുക, ക്വസ്റ്റ്യൻ എഴുതാം. ഓക്കെ, എഴുതിയിട്ടുണ്ട്. നമുക്ക് ആൻസർ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്ക്, നമ്മൾ എന്ത് എഴുതി? സൈസ് എന്ന് പറയുന്നതിൽ എക്സ് എന്നാണ് മീൻ ചെയ്യുന്നത്. സൈസ് അതിൻ്റെ ഫ്രീക്വൻസി. ഓക്കെ, ഫ്രീക്വൻസി എഴുതി. എല്ലാതും ഇതേപോലെ 2 കോളാക്കി എഴുതി. അടുത്ത കോളത്തിൽ എഴുതേണ്ടത് എഫ് ബൈ എക്സ് ആണ്. എന്ത് എഴുതേണ്ടത്? എഫ് ബൈ എക്സ്. എഫ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 20/6 ആണല്ലേ. എഫ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് എന്താണ്? 20 ബൈ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 20/6. എക്സ് 6 അല്ലേ? 20 ഇവിടെ എന്താ കിട്ടുക? 40/10. ഇവിടെയോ 30/14. ഇവിടെയോ 10/18. ഓക്കെ, എന്താണ് ഇവിടെ കിട്ടുന്നത്? 20/6 ആണ്, 40/10 ആണ്, 30/40 ആണ്, 10/18 ആണ്. ഓക്കെ, ഇതാണ് എഴുതാം. ഇതേപോലെ എഴുതാം. ഇനി നമ്മൾ എന്താ ഇക്വേഷൻ എന്താ പഠിക്കുന്നത്? ഇക്വേഷൻ ഒന്ന് നോക്ക്. നിങ്ങൾ എഴുതിയ ഇക്വേഷൻ ക്യാപിറ്റൽ എൻ ബൈ സമ്മേഷൻ എഫ് ബൈ എക്സ് ആണ് അല്ലേ? ക്യാപിറ്റൽ എൻ ബൈ സമ്മേഷൻ എഫ് ബൈ എക്സ് ആണ്. ഓക്കെ, അപ്പോൾ നോക്ക്, ഈ എഫ് ബൈ എക്സ് എല്ലാം സം ചെയ്യണം അല്ലേ? അപ്പോൾ സം ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ചെയ്യാം. എങ്ങനെ നമ്മൾ ചെയ്തിരുന്നത്? ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? 20/6 ആണ്. ഞാനിവിടെ ടൈപ്പ് ചെയ്തു, നോക്കട്ടോ. 20/6. ഓക്കെ, 20/6 ഒരു ആൻസർ കിട്ടും. പ്ലസ് ബ്രാക്കറ്റ് ഇട്ടു. അടുത്തെന്താ അവിടെ ആഡ് ചെയ്യാനുള്ളത്? 40/10 ആണ് ആഡ് ചെയ്യാനുള്ളത്. ശ്രദ്ധിക്കുക കേട്ടോ. 40/10 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. പ്ലസ് ബ്രാക്കറ്റ് ഇട്ടു. 40 അടുത്ത് എത്രയാണ്? 30/14. 30/14 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. പ്ലസ് അടുത്തെന്താണ്? 10/18. 10/18 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. സം എത്ര കിട്ടുന്നത്? 10 പോയിന്റ് എത്ര കിട്ടുന്നത്?
10.031 അല്ലേ, 031 സംതിങ് ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിത് ഇവിടെ എഴുതാം കേട്ടോ. ഇവിടെ എഴുതാണ് 10.0317 എഴുതി, 10.0317. ഓക്കെ, ഇനി ഹാർമോണിക് മീൻ കാണാനുള്ള ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ചത്? ഹാർമോണിക് മീൻ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ N ബൈ ക്യാപിറ്റൽ N ബൈ സമ്മേഷൻ എഫ് ബൈ എക്സ് ആണ് നമ്മൾ ഇക്വേഷൻ പഠിച്ചത്. വിച്ച് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ അല്ലേ, ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് എത്ര കിട്ടാം? 60ഉം 100 അല്ലേ, എത്ര കിട്ടുക? 100. അപ്പോൾ ക്യാപിറ്റൽ N എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാ ഫ്രീക്വൻസിയും കൂടെ ആഡ് ചെയ്ത് എത്ര കിട്ടും? 100. അപ്പോൾ ഈ ക്യാപിറ്റൽ N എന്ന് പറഞ്ഞാൽ 100 ഡിവൈഡഡ് ബൈ സമ്മേഷൻ എഫ് ബൈ എക്സ്. എന്താ സമ്മേഷൻ എഫ് ബൈ എക്സ് പറഞ്ഞാൽ? എല്ലാ എഫ് ബൈ എക്സിനെയും കൂടെ സം ചെയ്ത് എത്ര കിട്ടുന്നത്? 10.0317. ഇവിടെ എഴുതി 10.0317. നമ്മൾ എന്ത് ചെയ്യുക? 100 ഡിവൈഡഡ് ബൈ 10.0317. ഓക്കെ, എത്ര കിട്ടുന്ന ആൻസർ? 9.968. അപ്പോൾ നമ്മൾ 2-3 പോയിന്റ് എഴുതാം. 9.968. ഓക്കെ, ഇതാണ് എന്ത് കിട്ടുന്നത്? നമ്മുടെ ഹാർമോണിക് മീൻ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ പോസ് ചെയ്യുക, കംപ്ലീറ്റ് ആൻസർ കേട്ടോ. ഓക്കെ, വീഡിയോ പോസ് ചെയ്യുക, കംപ്ലീറ്റ് ആൻസർ എഴുതാം. വീഡിയോ പോസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആൻസർ എഴുതാം. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാം, നോക്കട്ടെ. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാ കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇപ്പം തന്നെ കൂടെ ചെയ്യണം കേട്ടോ. വീഡിയോ പോസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് മാത്രം അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഇതാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഹാർമോണിക് മീൻ ഓഫ് എക്സും എഫും തന്നിട്ടുണ്ട്. ആൻസർ ഒന്ന് കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 6 പോയിന്റ് സംതിങ് ആയിരിക്കും. ഓക്കെ, 6 പോയിന്റ് സംതിങ് ആയിരിക്കും. അത് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ. 6 പോയിന്റ് സംതിങ് ആയിരിക്കും കിട്ടുക. ഓക്കെ, അടുത്ത നമ്മൾ എന്താ പഠിക്കുന്നത്? ഹാർമോണിക് മീൻ ഇൻ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. കണ്ടിന്യൂസ് ആകുമ്പോൾ എന്താ തരിക? ക്ലാസ് ഇൻ്റർവെൽ ആയിട്ടാണ് തരിക. ഇക്വേഷൻ സെയിം തന്നെയാണ്. എന്താണ്? ഹാർമോണിക് മീൻ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ N ഡിവൈഡ് ബൈ സമ്മേഷൻ എഫ് ബൈ എക്സ്. എന്താ ക്യാപിറ്റൽ N എന്ന് പറഞ്ഞാൽ? ക്യാപിറ്റൽ N ഇസ് ഈക്വൽ ടു സമ്മേഷൻ എഫ്. മിഡ് വാല്യൂസ് ഓഫ് ക്ലാസസ് ഈസ് ടേക്കൺ ആസ് എക്സ്. എന്താ മീൻ ചെയ്യുന്നത്? ഓരോരോ ക്ലാസ്സിൻ്റെയും മിഡ് വാല്യൂസ് ആണ് നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടത്? എക്സ് ആക്കിയിട്ട് എടുക്കേണ്ടത്. ഓരോ ക്ലാസ്സിൻ്റെയും മിഡ് വാല്യൂസ് ആണ് നമ്മൾ എക്സ് ആക്കി എടുക്കേണ്ടത്. നമുക്ക് അറിയുന്ന കാര്യമാണ്, നമ്മൾ ഒരുപാട് കണ്ടിന്യൂസ് പഠിച്ചു. നമുക്കിപ്പോൾ വീഡിയോ പോസ് ചെയ്യാം, ഇത്ര എഴുതാം. ഇപ്പോൾ ക്വസ്റ്റ്യൻ എഴുതാം കേട്ടോ. അതാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഹാർമോണിക് മീൻ. ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ക്ലാസ്സും ഉണ്ട്, അതുപോലെ ഫ്രീക്വൻസിൻ്റെ ക്വസ്റ്റ്യൻ എഴുതാം കേട്ടോ. വീഡിയോ പോസ് ചെയ്യുക, ക്വസ്റ്റ്യൻ എഴുതാം. ഓക്കെ, നമുക്ക് ആൻസർ ചെയ്യാം കേട്ടോ. അതാണ് ആൻസർ. നമ്മൾ എന്ത് എഴുതി? ക്ലാസ് എന്ന് ഇവിടെ എഴുതി, അതിൻ്റെ ഫ്രീക്വൻസി എഴുതി. അടുത്ത് എന്താണ്? മിഡ് എക്സ് എന്ന് എഴുതണം അല്ലേ, കാരണം ഇവിടെ എന്താണ്? ഒരു എക്സ് വാല്യൂ ഇല്ല. അപ്പോൾ 10ൻ്റെയും 20ൻ്റെയും മിഡ് വാല്യൂ എത്രയാണ്? 15ആണ്. സംശയമില്ലല്ലോ. 10ൻ്റെയും 20ൻ്റെയും നടുക്കുള്ള അത് എത്രയാണ്? 15ആണ്. ഇനിയിപ്പോൾ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ പറഞ്ഞത്? 10 കൂട്ടണം 20 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അതേപോലെ 20ന് 30ന് മിഡ് വാല്യൂ എത്രയാണ്? 25 ആണ്. 30ന് 40ന് മിഡ് വാല്യൂ എത്രയാണ്? 35 ആണ്. 40ന് 50 മിഡ് വാല്യൂ എത്രയാണ്? 45 ആണ്. 50ന് 60ന് മിഡ് വാല്യൂ 55 ആണ്. അടുത്ത കോളത്തിൽ എന്ത് എഴുതി? എഫ് ബൈ എക്സ് എന്ന് എഴുതി. എഫ് ബൈ എക്സ്. ഇവിടെ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? 4. എക്സ് എന്താണ്? 15. 4/15 എന്ന് ഇവിടെ എഴുതി. ഇവിടെയോ അടുത്ത കോളത്തിൽ എഫ് എന്താണ്? 6 ആണ്. എക്സ് എന്താണ്? 5 ആണ്. അപ്പോൾ എഫ് ബൈ എക്സ് പറഞ്ഞാൽ 6/25. ഇവിടെയോ 10/35. ഇവിടെയോ 7/45. 3/55. ഇപ്പം ശ്രദ്ധിക്കണം കേട്ടോ, എഫ് ബൈ എക്സ് ആണ്. ഏത് കോളാണുള്ളത് നോക്കിയിട്ട് നിങ്ങൾ അങ്ങോട്ടും കൂടെ എഴുതണം കേട്ടോ. അങ്ങോട്ട് മാറി എഴുതരുത്. എഫ് ബൈ എക്സ് ആണ്. എഫ് എന്താണോ അത് മുകളിൽ, എക്സ് അതെന്താണ് താഴെ. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി എന്ത് ചെയ്യുക? എല്ലാ എഫും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ എല്ലാ എഫും കൂടെ ആഡ് ചെയ്യുമ്പോൾ 30 ആണ് കിട്ടുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? വീഡിയോ പോസ് ചെയ്തിട്ട് ഇത്രയും എഴുതാം കേട്ടോ. കോളം കംപ്ലീറ്റ് വരച്ചോ. ഇത് കംപ്ലീറ്റ് എഴുതുക. സമ്മീ നമുക്ക് അടുത്ത് എഴുതാം. ഇത് കംപ്ലീറ്റ് എഴുതാം. ഓക്കെ, എഴുതിയിട്ടുണ്ടാവും. ഇനി നമ്മൾ സമ്മേഷൻ ആട്ടോ. സമ്മേഷൻ എഫ് എന്താ കിട്ടുന്നത്? 30 ആണ് കിട്ടുന്നത്, എല്ലാ എഫും കൂടെ. ഇനി എന്ത് ചെയ്യുക? ഇതെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യുക. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ ആഡ് ചെയ്യുക? എങ്ങനെ ആഡ് ചെയ്യും? എങ്ങനെ ആഡ് ചെയ്യുക? കാൽക്കുലേറ്റർ നോക്കിട്ടോ. അതെന്താ? 4/15. അപ്പോൾ ആൻസർ കിട്ടി.
പ്ലസ് ബ്രാക്കറ്റ് ഇട്ടു. അടുത്ത് എന്താ ആഡ് ചെയ്യേണ്ടത്? 6/25. 6/25 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. പ്ലസ് ഇട്ടു. അടുത്ത് എന്താ ആഡ് ചെയ്യേണ്ടത്? 10/35. 10/35 പ്ലസ് അടുത്തത് 7/45. 7/45 പ്ലസ് 3/55. ഓക്കെ, കിട്ടുന്ന ആൻസർ എത്രയാണ്? കിട്ടുന്ന ആൻസർ 1.0024 സംതിങ് ആണ് കിട്ടുക. 1. എന്ത് കിട്ടും? 1.00248 കിട്ടും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എഴുതാണ് 1.00248 കിട്ടി. ഓക്കെ, അപ്പോൾ നിങ്ങളും ഇത് രണ്ടും എഴുതുക കേട്ടോ. ഇനി നമ്മളെന്താ ഹാർമോണിക് മീൻ എന്ന് പഠിച്ചിട്ടുള്ളത്? എന്താ പഠിച്ചിട്ടുള്ളത്? ക്യാപിറ്റൽ N ബൈ സമ്മേഷൻ എഫ് ബൈ എക്സ്. എന്താ ക്യാപിറ്റൽ N കിട്ടിയത്? 30 ബൈ സമ്മേഷൻ എഫ് ബൈ എക്സ് എന്താണ്? 1.00248. ഓക്കെ, അപ്പോൾ 30 ഡിവൈഡഡ് ബൈ 1.00248 കിട്ടുന്ന ആൻസർ 29.92. 29.925 സംതിങ്. ഓക്കെ, അപ്പോൾ ഇതാണ്. വീഡിയോ പോസ് ചെയ്തതും കൂടി എഴുതാം കേട്ടോ. നിങ്ങൾക്കൊരു വർക്ക് തരാം. ഓക്കെ, വേണ്ടേ? നിങ്ങൾക്ക് ചെയ്യാൻ എന്താണ്? ഒരു ഇത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്ര എഴുതാം. ഇനി നിങ്ങളിനി ഇപ്പം ചെയ്യാനുള്ള വർക്കാണ് കേട്ടോ ഈ തരണത്. ഇതാണ് കേട്ടോ. ശരിക്കും ചെറുതാക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? വീഡിയോ പോസ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ എഴുതാം. വേജും നമ്പർ ഓഫ് വർക്കേഴ്സും. അപ്പോൾ വേജ് എന്ന് പറയുന്നതാണ് ഇവിടെ എക്സ് ആക്കി എടുക്കേണ്ടത്. എന്താണ് നമ്പർ ഓഫ് വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ എഫ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇപ്പോൾ ചെയ്ത് നോക്കാം. കിട്ടുന്ന ആൻസർ 132 പോയിന്റ് സംതിങ് ആയിരിക്കും. 132 പോയിന്റ് സംതിങ്. ഇതിൻ്റെ അടുത്ത് അങ്ങോട്ടും പോയിന്റുകൾ മാറിയാലൊന്നും കുഴപ്പമില്ല കേട്ടോ. 132 സംതിങ് ആയിരിക്കും കിട്ടും. ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ.